ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററി സുവോളജിയിലെ പാരസൈറ്റ് ആൻഡ് പാരസിറ്റിസം എന്ന ചാപ്റ്ററാണ്. നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ എന്താണ് പാരസൈറ്റ്? അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് പാരസൈറ്റ്. അതൊരു ഓർഗാനിസമാണ്. അതെന്ത് ചെയ്യും? വേറൊരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ്, അതേപോലെ ഷെൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവർ ഒന്നെങ്കിൽ കുറച്ച് ടൈമിലേ നിൽക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ ലൈഫ് ത്രൂ ഔട്ട് എന്ത് ചെയ്യും? അവരവിടെ തന്നെ നിൽക്കും. ഇവർ ഇങ്ങനെ നിൽക്കൂലേ, ഈ നിൽക്കുന്ന ആ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പാരസൈറ്റിന് ഫുഡും ഷെൽട്ടറും ഒക്കെ കൊടുക്കുന്ന ആ ഓർഗാനിസമാണ് ഹോസ്റ്റ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പാരസൈറ്റ് എന്ത് ചെയ്യും? ഒരിക്കലും ഹോസ്റ്റിനെ കൊല്ലുകയോ അതേപോലെ ഹാം ചെയ്യുകയോ ചെയ്യൂല. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ആ പാരസൈറ്റ് ഹോസ്റ്റിനെ കൊന്നാൽ എന്ത് ചെയ്യും? പാരസൈറ്റിന് തന്നെയാണ് നഷ്ടമാവുക. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ് ഒക്കെയാണ്. അതിനു മുമ്പ് എന്താണ് പാരസിറ്റിസം? പാരസിറ്റിസം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റിമേറ്റ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻ്റർ സ്പെസിഫിക് അസോസിയേഷൻ ആണ്. ആരുമായിട്ടാണ് ഈ അസോസിയേഷൻ എന്ന് വെച്ചാൽ രണ്ട് ഓർഗാനിസം തമ്മിലാണ്. അതിലൊരു ഓർഗാനിസം എന്ത് ചെയ്യും? മറ്റൊരു ഓർഗാനിസവുമായി ഡിപ്പെൻഡ് ചെയ്യും. ആ രണ്ട് ഓർഗാനിസം എന്താണ്? ഡിഫറെൻറ്റ് സ്പീഷ്യസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരുടെ ബയോളജിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഗ്രോത്ത് ഓഫ് പാരസിറ്റിക് പോപ്പുലേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഗ്രോത്ത് ഓഫ് ഹോസ്റ്റ് പോപ്പുലേഷൻ ആണ്. പക്ഷേ ഗ്രോത്ത് ഓഫ് ഹോസ്റ്റ് പോപ്പുലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിനായിട്ട്? ഗ്രോത്ത് ഓഫ് പാരസിറ്റിക് പോപ്പുലേഷൻ. ഇനി ഈ പാരസൈറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ പാരസൈറ്റ് എന്ത് ചെയ്യും? സൈസ്, കുഞ്ഞ് സൈസ്, ചെറിയത് വലുത് നോക്കില്ലേ, ആ സൈസ് അനുസരിച്ച് അവരുടെ ലൊക്കേഷൻ അനുസരിച്ച് അവർ എത്ര കാലമാണ് ഹോസ്റ്റിൽ താമസിക്കുന്നത്, അതേപോലെ അവരുടെ ഡിഗ്രി ഓഫ് ദിയർ ഇൻട്രാക്ഷൻ വിത്തിൻ ദ ഹോസ്റ്റ്, എന്താണ് കുറേ ടൈപ്പ് ഓഫ് പാരസൈറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം 5 ടൈപ്പ് പാരസൈറ്റിനെ പറ്റി പഠിക്കാം. ഈ ചാപ്റ്ററിൽ കുറേ ടൈപ്സ് ഉണ്ട്. ഈ 5 പഠിച്ചിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഒബ്ലിഗേറ്ററി പാരസൈറ്റ്, ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്, എക്സ്റ്റേണൽ പാരസൈറ്റ്, ഇൻറ്റേർണൽ പാരസൈറ്റ് ആൻഡ് ഹൈപ്പർ പാരസൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒബ്ലിഗേറ്ററി പാരസൈറ്റ് ആണ്. ഈ ഒബ്ലിഗേറ്ററി പേരിൽ തന്നെ കാണാം. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമാണ്. അതായത് കമ്പൽസറി പാരസൈറ്റ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർ പാരസൈറ്റ് ആയിട്ടേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് പാരസൈറ്റ് അല്ലാതെ ഒരു ഫ്രീ ജീവിതം ഇല്ല. അവർ പാരസൈറ്റ് ആയിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അവരെപ്പോഴും എക്സ്ക്ലൂസീവ്ലി എന്താണ്? ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടാണ്. ഇവർ നമ്മൾ ആ ഹോസ്റ്റിൽ നിന്ന് എടുത്താൽ അപ്പം അവർ ചാവും. അതിന് എക്സാമ്പിളാണ് എൻഡോ പാരസൈറ്റ്. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്, അതായത് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് പാരസൈറ്റ് ആണ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്. ഈ ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ് അല്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? വോളണ്ടറി പാരസൈറ്റ്, ഓപ്പർച്യൂണിക് പാരസൈറ്റ് എന്നൊക്കെ പറയും. അതായത് ഇവരെന്ത് ചെയ്യും? ഇവർ ഫ്രീ ലിവിങ് ആണ്, പക്ഷെ അവരൊരു ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും? അവർ പാരസിറ്റിക് ലൈഫിലേക്ക് എന്ത് ചെയ്യും? വോളണ്ടറി ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ജീവി ആഗ്രഹിക്കുക അവർ ഒരു പണിയെടുക്കാതെ എന്താണ് ഫുഡും ഷെൽട്ടറൊക്കെ കിട്ടുമല്ലോ പാരസൈറ്റ് ആയാലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അവരുടെ ഫ്രീ ലൈഫിൽ നിന്ന് ഒരു പാരസിറ്റിക് ലൈഫ് ചൂസ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അവർക്ക് ഫ്രീ ലിവിങ് ആയിട്ട് ജീവിക്കാൻ പറ്റും, പക്ഷെ അവരെന്ത് ചെയ്യും? പാരസിറ്റിക് ലൈഫിലേക്ക് പോവുകയാണ് ഇതിലുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയാനുള്ളത് ഓയിസ്റ്റർ, പ്രൗണും അതേപോലെ പീ ക്രാബും. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് പാരസൈറ്റ് ആണ് എക്സ്റ്റേണൽ പാരസൈറ്റ്. എക്സ്റ്റേണൽ, പുറത്ത്. അതായത് ഇവർ ഒരു ഓർഗാനിസം ഹോസ്റ്റിൻ്റെ പുറത്തായിരിക്കും ജീവിക്കുക. ഇവരെ നമ്മൾ എന്ത് ചെയ്യും? എക്ടോ പാരസൈറ്റ് എന്നും പറയും. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ തലയിൽ പാനൊക്കെ കാണൂലേ, ബോഡി ലൈസ്, ഫ്ലീസ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി ഇൻറ്റേർണൽ പാരസൈറ്റ്. ഇൻറ്റേർണൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ ഉള്ളിൽ, ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുക. ഇവരെ നമ്മൾ എന്ത് ചെയ്യും? എൻഡോ പാരസൈറ്റ് എന്നും പറയും. ദേ ലിവ് വിത്തിൻ ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ് ആണ്. എക്സാമ്പിൾ പ്ലാസ്മോഡിയം ആൻഡ് അമീബ. പ്ലാസ്മോഡിയത്തിനെ പറ്റി അമീബിനെ പറ്റി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട. ഇനി ഈ ഇൻറ്റേർണൽ പാരസൈറ്റ് അല്ലെങ്കിൽ എൻഡോ പാരസൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രാ സെല്ലുലാർ എൻഡോ പാരസൈറ്റ് ഉണ്ട്, ഇൻ്റർ സെല്ലുലാർ എൻഡോ പാരസൈറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ എൻഡോ പാരസൈറ്റ് ഉണ്ട്. ഇൻട്രാ എന്ന് വെച്ചാൽ സെല്ലിൻ്റെ അകത്ത് ആയിരിക്കും അവരുടെ താമസം. ഇൻ്റർ സെല്ലുലാർ
അതായത് സെല്ലിൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ എന്ന് വെച്ചാൽ സെല്ലിൻ്റെ പുറത്തായിരിക്കും. ഇനി അവസാനം ഞാൻ പറഞ്ഞില്ല, അഞ്ചാമത്തെ പാരസൈറ്റാണ് ഹൈപ്പർ പാരസൈറ്റ്. ഈ ഹൈപ്പർ പാരസൈറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഒരു പാരസൈറ്റ് അത് വേറൊന്നിൻ്റെ മേലെ, അതെന്ത് ചെയ്യാണ് വേറൊന്നിൻ്റെ മേലെ, അങ്ങനെ മൊത്തം 3 ലെയറായിട്ടാണ് അവരുള്ളത്. പാരസൈറ്റ് ഓഫ് പാരസൈറ്റ് എന്നാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, അതിൻ്റെ മുകളിൽ വേറെ. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്ത് ചെയ്ത് ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയൻ്റെ ഉള്ളിൽ എന്തുണ്ട്, വേറൊരു എന്തെങ്കിലും വൈറസോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 5 ടൈപ്പ് എന്താ പറയുക പാരസൈറ്റിനെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്റ്റിനെ പറ്റിയിട്ടാണ്. ഹോസ്റ്റാണ് പാരസൈറ്റിന് ന്യൂട്രിയൻസും അതേപോലെ ഷെൽട്ടറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് മെയിൻലി 5 കൈൻഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൈമറി ഹോസ്റ്റ്. പ്രൈമറി ഹോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്നും പറയും. ഈ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരസൈറ്റ് എന്ത് ചെയ്യും, ഈ ഹോസ്റ്റിൽ വെച്ച് പ്രൈമറി ഹോസ്റ്റിൽ വെച്ചിട്ടാണ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുക. അവിടെയാണ് അവരുടെ അഡൾട്ട് സ്റ്റേജ് ഉണ്ടാവല്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്താണ് പ്രൈമറി ഹോസ്റ്റ് മാൻ, ഹ്യൂമൻ ബീന്. സെക്കൻഡറി ഹോസ്റ്റ്, ആ സെക്കൻഡറി ഹോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും പറയും. ഈ സെക്കൻഡറി ഹോസ്റ്റിലാണ് അവർ അസെക്ഷൽ ഫേസ് ഓഫ് ലൈഫ് എന്നുണ്ടാവുക. അതേപോലെ അവരുടെ ലാവൽ സ്റ്റേജും അവിടെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം പിഗ്. പിഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഹോസ്റ്റാണ്. ടേനിയൻ്റെ അതിൻ്റെ പ്രൈമറി ഹോസ്റ്റായിട്ട് വരുന്നത് മാനാണ്. പിന്നെ വുക്കേറിയൻ്റെ പ്രൈമറി ഹോസ്റ്റ് മാനാണ്, സെക്കൻഡറി ഹോസ്റ്റായിട്ട് വരുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോയാണ്. ഇനി തേർഡ് കൈൻഡായിട്ട് വരുന്നത് അതിനു മുമ്പ് എന്താണ് നമുക്കറിയുന്ന ഒരു കാര്യമാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിന് അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ ഇല്ലേ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് പ്രൈമറി ഹോസ്റ്റായിട്ട് വരുന്നത്. അവരുടെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ സെക്കൻഡറി ഹോസ്റ്റായിട്ടാണ് നമ്മുടെ മാൻ വരുന്നത്. നെക്സ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് കാരിയർ ഹോസ്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ ഹോസ്റ്റ് എന്നാണ്. കാരിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെന്ത് ചെയ്യും, അവർ പാരസൈറ്റിനെ ക്യാരി ചെയ്യും. അവർ സ്വന്തമായിട്ട് ഡിസീസും കോസ് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യും, അവർ പാരസൈറ്റിനെ പ്രൈമറി ഹോസ്റ്റിൽ നിന്ന് നെക്സ്റ്റ് ഹോസ്റ്റിലേക്ക് അവർ ക്യാരി ചെയ്യും. പിന്നെ ഹ്യൂമൻ പാരസൈറ്റ് ക്യാരി ചെയ്യുന്ന മെയിനായിട്ട് മോസ്കിറ്റോയാണ്, അതേപോലെ ബ്ലഡ് സക്കിങ് ഫ്ലൈസ്. ഇനി റിസർവോയർ ഹോസ്റ്റ് അല്ലെങ്കിൽ റിസർവ് ഹോസ്റ്റാണ്. ഹോസ്റ്റിന് ആദ്യം ഇൻഫെക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യും, ദേ സെർവ് ആസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. മറ്റുള്ള ഓർഗാനിസത്തിന് ഇൻഫെക്ഷൻ പകർന്നു കൊടുക്കാനും അവരെന്ത് ചെയ്യും, ഒരു കാരണമായി തീരും. എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക അതിൻ്റെ റിസർവ് ഹോസ്റ്റായിട്ടാണ് ഡോഗ് വരുന്നത്. അതേപോലെ ട്രൈപ്പാനോസോമ എന്ന് പറയുന്നതിൻ്റെ റിസർവ് ഹോസ്റ്റായിട്ട് മാമൽസ് ആയിട്ടുള്ള മങ്കീസ്, ഡിയേഴ്സ് അങ്ങനത്തെ അതേപോലെ എയ്ഡ്സ് ഒക്കെ ഇല്ലേ. നമ്മൾ 5 ടൈപ്പ് പാരസൈറ്റിനെ പറ്റി പഠിച്ചു ഫസ്റ്റിൽ. ഇനി നമ്മൾ കുറച്ചും കൂടി ടൈപ്പ് ഓഫ് പാരസൈറ്റ് പഠിക്കുകയാണ്. മൈക്രോ പാരസൈറ്റ്. മൈക്രോ എന്നുള്ള പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, മൈക്രോ സ്മോളാണ്, ഭയങ്കര മൈന്യൂട്ട് സൈസായിട്ടുള്ള പാരസൈറ്റാണ്. അതിന് എക്സാമ്പിൾ ബാക്ടീരിയൽ ആൻഡ് പ്രോട്ടോസോവൽ പാരസൈറ്റ്. പിന്നെ മാക്രോ പാരസൈറ്റ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ലാർജ് സൈസ്ഡ് ആയിരിക്കും പാരസൈറ്റ്. നെമറ്റോഡ്, ഫ്ലീസ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി ബയോട്രോഫിക് പാരസൈറ്റ്. ബയോട്രോഫിക് പാരസൈറ്റ് എന്ന് വെച്ചാൽ ഹോസ്റ്റ് ജീവിച്ചിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഒരവിടെ ജീവിക്കും. ഹോസ്റ്റ് ചത്താൽ പാരസൈറ്റ് ചാവുക, അല്ലാന്നുണ്ടെങ്കിൽ ചില പാരസൈറ്റ് ചാവും, ചില പാരസൈറ്റ് അവർ വേറെ ഹോസ്റ്റിനെ തേടി പോകും. അതിന് എക്സാമ്പിളാണ് ലൈസ്, ഫ്ലീസ് ഒക്കെ. Nectotrophic are the parasite which can survive in the host even after the host is dead. Temporary or partial parasite, അതായത് അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു കുറച്ച് കാലം എന്ത് ചെയ്യും, അവർ പാരസൈറ്റായിട്ട് ജീവിക്കും. പെർമനൻറ്റ് ഓർ ടോട്ടൽ പാരസൈറ്റ്, അവരെന്തായിരിക്കും ലൈഫ് മൊത്തം അവർ പാരസൈറ്റായിട്ട് തന്നെ ജീവിക്കുക. അവർ എക്സ്ക്ലൂസീവ്ലി എന്ത് ചെയ്യും, ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾ എൻഡോ പാരസൈറ്റ് ഓർ എക്ടോ പാരസൈറ്റ്. ഇൻസിഡൻ്റൽ ഓർ ഒക്കേഷണൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആക്സിഡൻ്റലി ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഹോസ്റ്റിൽ പോയി കയറി നിൽക്കും. പിന്നെ അവസാനം എന്ത് ചെയ്യും, അവരുടെ ലൈഫ് അവിടെ അവർ കണ്ടിന്യൂ ചെയ്യും. ഇറാറ്റിക്,
The parasite which happens to reach an organ or a part of body where it is not usually found. Example, Entamoeba histolytica. ഇനി സ്പൊറാഡിക്കിന് പീരിയോഡിക് പാരസൈറ്റ് എന്ന് പറയും. ദേ ആർ ദ പാരസൈറ്റ് വിച്ച് വിസിറ്റ് ദ ഹോസ്റ്റ് ഓൺലി ഫോർ സം റിക്വയർമെൻറ്റ്സ്. അതായത് ആവശ്യത്തിന് മാത്രം അവർ ഹോസ്റ്റിനെ വന്ന് കാണും, അത് കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. പെർസിസ്റ്റൻറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ പെർമനൻ്റ് ആയിട്ട് ഹോസ്റ്റിൽ അവർ താമസിക്കും. പിന്നെ എൻഡമോഫോഗസ് പാരസൈറ്റ്, അവരൊരു ഇൻസെക്ട് പാരസൈറ്റാണ്. ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെസ്റ്റേഷൻ. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എൻഡോ പാരസൈറ്റാണ്, ഇൻഫെസ്റ്റേഷൻ ഉണ്ടാക്കുന്നത് എക്ടോ പാരസൈറ്റാണ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റ് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ എന്ത് ചെയ്യുക, അവർക്ക് ജീവിക്കാനുള്ള കണ്ടീഷൻ ഉണ്ടാക്കുക. അതായത് ഒരു ഹോസ്റ്റിൻ്റെ ഇൻസൈഡ് ദ ബോഡിയിലാണ് ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്നത്. ഇൻഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റിൻ്റെ സർഫസിൽ സൂപ്പർഫിഷ്യൽ ടിഷ്യൂവിലാണ് അവരെന്ത് ചെയ്യുന്നത്, സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയുടെ പുറത്ത് എന്ത് ചെയ്യാണ്, അവർ ആക്രമിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈപ്പർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സൂപ്പർ ഇൻഫെക്ഷൻ എന്നാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ആ ഇൻഫെക്ഷൻ എന്ത് ചെയ്യാം, അതേ സെയിം സ്പീഷ്യസ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഇൻഫെക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അതൊരു റീ ഇൻഫെക്ഷനാണ്. ഒരു പാരസൈറ്റ് നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ നടത്തി പിന്നെ അതുമായിട്ടുള്ള സെയിം സ്പീഷ്യസ് ആയിട്ടോ സെയിം ജീനസ് ആയിട്ടുള്ള ടൈപ്പ് പാരസൈറ്റ് നമുക്ക് വന്നാൽ വേഗം നമുക്ക് എന്ത് ചെയ്യും, അസുഖം ഉണ്ടാവും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഫാസിയോള ഹെപ്പാറ്റിക്ക ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫാസിയോള ഗിംഗാറ്റിക്ക ഇൻഫെക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തത് ഓട്ടോ ഇൻഫെക്ഷനാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ സെൽഫാണ്, അതായത് ഒറ്റയ്ക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഓട്ടോ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ അതൊരു ഇൻഫെക്ഷനാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഒരു പാത്തോജനിക് ഏജൻ്റ് ഉണ്ട്. പാത്തോജൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഒരു പാരസൈറ്റാണ്. നമ്മുടെ ബോഡിയിൽ ഡിസീസോ അല്ലെങ്കിൽ ഹാംഫുൾ എഫക്റ്റ് നൽകുന്ന ഒരു പാരസൈറ്റാണ് പാത്തോജൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ആ പാത്തോജൻ എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ നടത്തുകയാണ്. ഇതിൽ ഒരു ഭാഗം നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗത്തിൽ നിന്ന് വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത് ഓട്ടോ ഇൻഫെക്ഷൻ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പെരിയനൽ ഏരിയ സ്ക്രാച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹാൻഡിലെ നഖം വഴി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എഗ്ഗ് എന്ത് ചെയ്യും, മൗത്തിക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഈ എഗ്ഗ് ഹാച്ചസ് ചെയ്യും, അതായത് എഗ്ഗ് വിരിഞ്ഞ് ലാവയാവും. എന്നിട്ട് ലാവ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഇൻഫെക്ഷൻ നടക്കും. ഇതാണ് ഈ ഓട്ടോ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിട്രോ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഇത് നേരെ എന്താണ്, ആനസിൽ നിന്ന് അത് കോളത്തിലേക്കാണ് പോകുന്നത്. അതായത് പെരിയനൽ സ്കിന്നിൽ നിന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ എഗ്ഗ് ലാവയാവും, ലാവ മൈഗ്രേറ്റ് ചെയ്യുകയാണ് ആനസ് വഴി കോളത്തിലേക്ക്. ഇത്രയാണ് ഈ രണ്ട് ഇൻഫെക്ഷൻ തമ്മിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മോഡ്സ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാമെന്ന്. അതായത് പാരസൈറ്റിൻ്റെ ഇൻഫെക്ഷൻ പല രീതിയിൽ നമുക്ക് കിട്ടും. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് ഡയറക്റ്റ് ഇൻഫെക്ഷൻ, കണ്ടാമിനേറ്റീവ് ഇൻഫെക്ഷൻ, ഇനോക്കുലേറ്റീവ് ഇൻഫെക്ഷൻ. അതായത് കണ്ടാമിനേറ്റീവ് ട്രാൻസ്മിഷൻ വഴി കിട്ടുന്നതാണ് കണ്ടാമിനേറ്റീവ് ഇൻഫെക്ഷൻ. ഇനോക്കുലേറ്റീവ് ട്രാൻസ്മിഷൻ വഴി കിട്ടുന്നത് ഇനോക്കുലേറ്റീവ് ഇൻഫെക്ഷൻ. ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ നടന്നാൽ അതിവിടെ നമുക്ക് ഡയറക്റ്റ് ഇൻഫെക്ഷൻ കിട്ടും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാം. ആദ്യം നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്താ എന്ന് പഠിക്കാം. അതിനു മുമ്പ് എന്താണ് ട്രാൻസ്മിഷൻ? ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പാരസൈറ്റ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ ആണ്. ട്രാൻസ്മിഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് ട്രാൻസ്മിഷൻ ഉണ്ട്, പാസീവ് ട്രാൻസ്മിഷൻ ഉണ്ട്. ആക്റ്റീവ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ നടക്കും. അതായത് പാരസൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ നുഴഞ്ഞു കയറുകയാണ്. എക്സാമ്പിൾ നമുക്ക് ബ്ലഡ് ഫ്ലൂക്ക് പറയാം. ഇനി പാസീവ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ അവിടെ 3 രീതിയിലാണ് പാസീവ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒന്ന് കണ്ടാമിനേറ്റീവ് ട്രാൻസ്മിഷൻ, ഇനോക്കുലേറ്റീവ് ട്രാൻസ്മിഷൻ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എഗ്ഗ്, ലാവ, സിസ്റ്റമൊക്കെ എന്ത് ചെയ്യാണ്, പാരസൈറ്റിൻ്റെ നമ്മൾ അറിയാതെ നമ്മളുടെ ഫുഡ് വാട്ടർ വഴി എത്തുകയാണ്. ഇനി ഡയറക്റ്റ് ഓർ പെനട്രേറ്റിംഗ് ഇൻഫെക്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡയറക്റ്റ് ആയിട്ട് എന്താണ്, പാരസൈറ്റ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എന്താണ് അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ കഴിവുകൊണ്ട് അവർ കയറാണ്. എക്സാമ്പിൾ ബ്ലഡ് ഫ്ലൂക്ക്. ഈ ഡയറക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ വഴിയാണ്. അതും കൂടി എല്ലാവരും ഓർത്ത് വെക്കുക. കണ്ടാമിനേറ്റീവ് അല്ലെങ്കിൽ ഇൻജസ്റ്റീവ് ഇൻഫെക്ഷൻ.
ഇതുണ്ടാകുന്നത് കണ്ടാമിനേഷൻ വഴി, അതായത് കണ്ടാമിനേറ്റീവ് ട്രാൻസ്മിഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. അതായത് സിസ്റ്റ്, എഗ്, ലാർവ ഓഫ് പാരസൈറ്റ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയാതെ ഫുഡൊക്കെ കഴിക്കൂലേ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നഖത്തിൽ വഴി ഫുഡും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ഹോസ്റ്റിൻ്റെ ശരീരത്തിലെത്തുക. ഇനോക്കുലേറ്റീവ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഇനോക്കുലേറ്റീവ് ട്രാൻസ്മിഷൻ വഴിയാണ്. ഇനോക്കുലേറ്റീവ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പ്ലാസ്മോഡിയാണ്. ഒരു പാരസൈറ്റ് എന്ത് ചെയ്യാണ്, ഒരു ഇൻഫെക്ഷൻ ഉള്ള പാരസൈറ്റ് ഒരു ഹോസ്റ്റിനെ വന്ന് ബൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഹോസ്റ്റിന് ആ ഡിസീസ് വരും. ഈ ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനോക്കുലേറ്റീവ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് സോണോസിസ്. സോണോസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. അത് നാച്ചുറലി എന്ത് ചെയ്യാണ്, വേർട്ടിബ്രേറ്റ് ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് വരികയാണ്. 150 known zoonotic infections of domestic and wild vertebrates that are transmitted to man. എക്സാമ്പിൾ നമുക്ക് റിംഗ് വേംസ്, റാബീസ് ഒക്കെ പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.